ഹായ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? ഇന്ന് നമുക്ക് മുട്ട മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട് നമ്മൾ. അതിലേക്ക് ഇത്തിരി ഉപ്പ് കൂടെ ഇട്ടിട്ട് ഇതേ രൂപത്തിൽ അങ്ങനെ തിളപ്പിച്ചങ്ങ് എടുത്തു. നല്ലോണം തിളച്ചെന്ന് വെച്ചിട്ട് കോഴിമുട്ട പൊട്ടിപ്പോകുന്നൊന്നുമില്ല കേട്ടോ. അതിനാണ് ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് 5 കോഴിമുട്ടയും പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, ചിക്കൻ മസാല, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില. ഓക്കെ, ഇതെല്ലാം കൂടി നല്ല രീതിക്ക് ഇതേ രൂപത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേ രൂപത്തിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഇത്തിരി എന്താ പറയുക, കുഞ്ഞി ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം ഒന്ന് ചേർക്കുക. ഇത് മതിട്ടാ. ഒരു സ്പൂണ് പോലും നമ്മൾ ചേർത്തില്ല. 5 കോഴിമുട്ടയ്ക്ക് 1/2 സ്പൂണാണ് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത്. അതേ രൂപത്തിൽ പേസ്റ്റ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് പുഴുങ്ങിയെടുത്ത കോഴിമുട്ടയുടെ മുകളിൽ ഇതേപോലെ തേച്ച് പിടിപ്പിക്കുക. കണ്ടില്ലേ? ഇതേ രൂപത്തിൽ തേച്ചങ്ങ് പിടിപ്പിക്കുക. ഒന്നും ചെയ്യണ്ട, പച്ച മസാലയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതേ രൂപത്തിൽ ആ പച്ച മസാല അതേ രൂപത്തിൽ റെഡിയാക്കി വെക്കുക. ഇതിന് ശേഷം അതേ സമയത്ത് നമ്മൾ ആട്ടി വെച്ച വെളിച്ചെണ്ണ അന്നത്തെ അത് ഫ്രൈ പാനിൽ ഇട്ടിട്ട് ചൂടായതിന് ശേഷം കോഴിമുട്ട ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. ചെറിയ തീയിലാണ് വെക്കേണ്ടത് കേട്ടോ. സ്ലോ ആക്കിയിട്ട് വെക്കണേ. ഫ്ലെയിം വളരെ സ്ലോവിൽ തന്നെ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മസാല കരിഞ്ഞു പോവും. ചിലരൊക്കെ ഇത് എന്താ പറയുക, ഇതിൽ തന്നെ ഇട്ടിട്ടൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ കരിഞ്ഞിട്ട് നല്ല കയ്പടിക്കും. ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ മക്കൾ ഇത് എന്താ പറയുക, വെറും ചോറ്റിൽ തന്നെ കൂട്ടി കഴിക്കുന്നത് കാണിക്കേണ്ടത്. ആ മസാല ഇതേ രൂപത്തിൽ ആയി മാറും. ഒരു ബ്ലാക്ക് കളറിലോട്ട് ഇങ്ങനെ ബ്ലാക്ക് പോയാൽ കഴിക്കും, ബ്രൗൺ കളറിലോട്ട് ഇങ്ങനെ വരും. എന്താ സാധനം കണ്ടില്ലേ? കിട്ടുന്ന ഇങ്ങനെ കറക്കം കണ്ട നിങ്ങൾ വേറെ പ്ലേറ്റിൽ വിട്ട് അങ്ങ് മാറ്റാം. ഓക്കെ, 5 കോഴിമുട്ട മസാല. ഓക്കെ, മസാലയ്ക്ക് ഒരു കൈപ്പടിക്കുക കാര്യം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ കഴിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാൻ കഴിച്ചതിൻ്റെ പീസാണ് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം കണ്ട നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി മസാല ആയിരുന്നു. വെളിച്ചെണ്ണ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചത്. മക്കൾ നൈറ്റിൽ ഫുഡ് കഴിക്കാൻ ടേസ്റ്റായിരുന്നു അന്ന്.